ഇന്നൊക്കെ ദൈവദാസന്മാർ 2 സ്തോത്രം പറഞ്ഞേന്നൊക്കെ പറഞ്ഞാണ് സ്തോത്രം പറയും. അങ്ങനെ ഇവിടെ പറയിപ്പിക്കത്തേ ഇല്ല. നിങ്ങളത് ഓർക്കുകയോ വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ സ്തോത്രം പറയാനിരിക്കേണ്ട. ഇവിടെ അങ്ങനെ പറയിപ്പിക്കത്തില്ല. ഇത് ഇൻകിലാബ് സിന്ദാബാദൊന്നും അല്ല. ഇത് ഹൃദയത്തിൽ അങ്ങനോട് പറയുമ്പോൾ ഒരു സ്ലോഗൻ പറയുമ്പോൾ മറ്റുള്ളവർ ഇൻകിലാബ് പറയും. അതൊന്നും അല്ല. ഇത് ഉറക്കെ പറഞ്ഞാൽ ചിലരങ്ങനെ ശക്തി അങ്ങോട്ട് കൂടുമ്പോൾ ആൾക്കാരെല്ലാം സ്തോത്രം പറയും. ഇതങ്ങനെ സൗണ്ട് വെച്ചിട്ട് ആൾക്കാരുടെ സ്തോത്രമൊന്നും ഉണ്ടാക്കുന്ന പ്രസ്ഥാനമല്ല. നമുക്ക് ദൈവത്തോടൊരു സ്നേഹം വരണം. ഇല്ലേ? എന്നെ ഒട്ടും യോഗ്യനല്ലാത്ത നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്നേക്കാളൊക്കെ നല്ല കൂട്ടുകാർ, അവരൊക്കെ നല്ല മനുഷ്യരായിരുന്നു എന്നേക്കാൾ. സ്തോത്രം. അവരെ ആരും കർത്താവ് വിളിക്കാതെ കർത്താവ് ആരെയാണ് വിളിച്ചത്? അവരുടെ മധ്യത്തു നിന്ന് എന്നെയാണ് വിളിച്ചത്. നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ആ തെരഞ്ഞെടുപ്പോർത്ത് നമുക്ക് തന്നിരിക്കുന്ന രക്ഷ, നമുക്ക് തന്നിരിക്കുന്ന സന്തോഷം, നമ്മൾ നശിച്ചു പോകുന്ന ഇരുട്ടത്ത് കണ്ട കാളിയുടെയും ചാത്തൻ്റെയും കണ്ട ഭൂതത്തിൻ്റെയും എല്ലാം സേവയ്ക്കകത്ത് ബന്ധിച്ച് വെച്ചിരുന്ന നമ്മൾ അപ്പച്ചന്മാരുടെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് എന്ത് ചെയ്തു? വിളിച്ചു. ആ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചു. ഇനി എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോയേക്കലെന്ന് പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്ത് അതിര് വരച്ച് നിർത്തിയിരിക്കുക. അല്ല നമ്മുടെ ബലം കൊണ്ടൊന്നും അല്ല, നമ്മളെ കണ്ടിട്ട് പേടിച്ചല്ല സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യാത്ത. കർത്താവ് യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് അന്യാരാധന തൊടാൻ പറ്റാത്തത്. അത് മതി ദൈവത്തെ ചാടി സ്തുതിക്കുവാൻ. അത് ആരാധനാലയത്തിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല ദൈവമക്കളെ, ജോലി സമയത്തും കർത്താവിന് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് സ്തോത്രം കരയട്ടെന്നേ. ആരും പറഞ്ഞിട്ടല്ല, ഹൃദയത്തിൽ നിന്ന് ആരാധന ഉയരട്ടെന്നേ. ആ സ്തോത്രം പറയുവാൻ കഴിയാത്ത അവസ്ഥ എന്നാണെന്നറിയാം. ആ കർത്താവിൻ്റെ സ്നേഹം അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കല്ലായ ഹൃദയമൊക്കെ ഇടയ്ക്ക് ഹെസ്കേൽ അങ്ങനെ ആയെന്നൊന്ന് മനസ്സിലായപ്പോൾ ഹെസ്കേൽ എന്ത് പ്രാർത്ഥിച്ചു? എൻ്റെ ഈ കല്ലായ ഹൃദയമൊക്കെ മാറ്റി കർത്താവെ എനിക്ക് എന്ത് തന്നെ. അപ്പോൾ ഈ 9ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഈ കർത്താവിൻ്റെ അപ്രമേയദാനവും എന്നെ വിളിച്ച വിളിയും എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവരോട് പറയുവാനാണ് കർത്താവ് എന്ത് ചെയ്തത്? എന്നെ നോഹയോട് എന്തുവാ പറഞ്ഞത്? നോഹ ഏൽപ്പിച്ച ശുശ്രൂഷ എന്തുവാ? നീ അറിഞ്ഞതും അനുഭവിക്കുന്നതും നിന്നോട് കർത്താവ് പറഞ്ഞതും ഈ രക്ഷാ പദ്ധതി മറ്റുള്ളവരോട് എന്ത് ചെയ്യണം?